ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമൃതൂസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ പിലോപ്പി കറി വയ്ക്കുന്നതാണ്. അപ്പോൾ പിലോപ്പി കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ ചിതമ്പലൊക്കെ നമ്മൾ ചെത്തിക്കളയുന്നൊക്കെ കാണിച്ച് ഇപ്പം മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് മൺചട്ടിയിലിട്ട് ശരിയാക്കാൻ പോവുകയാണ്. അടുപ്പിലാണ് വെക്കുന്നത് കേട്ടോ. ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ എണ്ണ ഒഴിക്കണേണ്. ഇനി നമ്മളിത് ചുറ്റിക്കണേണ് ഇങ്ങനെ, അല്ലെങ്കിൽ അടിയൊക്കെ ഒരു കരിഞ്ഞൊരു മണം വരും സൈഡൊക്കെ. അപ്പോൾ എണ്ണ ചുറ്റിക്കണമെങ്കിൽ സൈഡ് കരിഞ്ഞ മണം വരികയില്ല, കരിയയില്ല. ഇതിൽ നമ്മൾ കടുകല്ല ഇടണം, ഉലുവയാണ് കേട്ടോ. ഉലുവയാണ് ഇടണത്. ഇത് കൈയളവാണ് കേട്ടോ. എല്ലാം 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്കിട്ട് അതൊന്ന് മൂക്കട്ടെ. ഇഞ്ചി ചതച്ചെടുത്ത കേട്ടോ. വേപ്പിലിട്ട് പച്ചമുളക്, പച്ചമുളകും വേപ്പിലൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. അത് ഉള്ളി ഇടുന്നേ. ഉള്ളി ഒരു 2 പിടി ഉള്ളി ഇട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ വെക്കുമ്പോഴേക്ക് ഇച്ചിരി ഉള്ളി കൂടുതലിട്ടുണ്ടെങ്കിൽ ടേസ്റ്റും കൂടും, ഒരു കൊഴുപ്പും വരും കറിക്ക്. കാരണം നമ്മൾ തേങ്ങ അരച്ച ഒന്നും ചേർക്കുന്നില്ല ഇതിൽ. അപ്പോൾ നമ്മൾ ഇച്ചിരി ഉള്ളി കൂടുതലിടുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്, കറിക്ക് ഒരു കൊഴുപ്പും ഉണ്ടാവും. ഇനി ഇത് നല്ലോണം വാടണം. ഉള്ളി നല്ലോണം വാടിയിട്ടുണ്ട്. ഇനി ഇങ്ങനത്തൊക്കെ ചേർക്കണത് ഇളക്കി കുതിർത്തിയിട്ട് എളിടുള്ളൂ. ഇങ്ങനെ ചെയ്യുക എന്നൊന്നുമില്ല. ഇത് എൻ്റെ മോള് ടോർച്ച് കാണിച്ച് പിടിച്ച മീനാണ്. അതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടത്. അത് ഒരു കയ്യിൽ ടോർച്ചും ഒരു കയ്യിൽ കൊല്ലിയൊക്കെ ഇട്ട് പിടിച്ചതാണ്. അത് ഞങ്ങൾ തൂക്കിയപ്പോൾ 1,600 ഉണ്ടായിരുന്നത്. അത് കട്ട് ചെയ്ത് ഞങ്ങൾ അങ്ങനെ പൈസ കൊടുത്തൊന്നും അധികം വാങ്ങിക്കാറില്ല. ഞങ്ങളുടെ മുറ്റത്ത് തന്നെ പുഴയാണ്. അപ്പോൾ അത് അവിടെ നിന്ന് തന്നെ പിടിക്കണം ഞങ്ങൾ. ഇപ്പോൾ ഇവിടുത്തെ ചേട്ടനാണെങ്കിലും വീശി പിടിക്കുക, വല നീട്ടി പിടിക്കുക, പിന്നെ ഞങ്ങൾക്ക് ഊന്നി വലയുണ്ട്. അങ്ങനെയൊക്കെ പിടിച്ച് ഞങ്ങൾ പിന്നെ വല്ല ചാള അതിലൊക്കെ കൂട്ടാൻ കൊതിയാകുമ്പോൾ മാത്രമേ ഞങ്ങൾ പുറത്തുനിന്ന് മേടിക്കുകയുള്ളൂ. അതിലൊക്കെ ഞങ്ങൾ തന്നെ പിടിക്കുന്ന മീൻ തന്നെയാണ് കറി വെച്ച് തിന്നണത്. അപ്പം ഇത് മുളക് ഒരുവിധം വാടിയിട്ടുണ്ട്. ഇതിപ്പോൾ കയ്യെ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കാരണം അടുപ്പത്ത് തീയുണ്ട് നല്ലോണം. വെള്ളം ഒഴിക്കാൻ പോകുകയാണേ. ഇടണേ. പിന്നെ കല്ലുപ്പിൽ ഞങ്ങൾ ഇടണത് ഈ ചിരട്ടത്തവിയാണ് കേട്ടോ. കാരണം സ്റ്റീലിൻ്റെയും അലൂമിനിയത്തിൻ്റെ കയ്യിലൊന്നും ഇടാൻ പാടില്ലല്ലോ ഉപ്പിൽ. അതുപോലെ ഉപ്പിടണത് ഞങ്ങൾ ചില്ലുകുപ്പിയിൽ ഭരണിയിലേക്കാണ് ഇടണത്. പിന്നെ പുളിനീരാണ് ഒഴിക്കണം. പുളിനീര് ഇതുപോലെ ഒഴിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കും. ഇങ്ങനെ നീര് ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2-3 ദിവസമൊക്കെ ഉപയോഗിക്കാം. പുളി ലാസ്റ്റ് എല്ലാം കൂടി ഞങ്ങൾ എൻ്റെ നീര് പരമാവധി എടുത്ത് കറിയിലിട്ടിട്ട് 2-3 കറി വയ്ക്കാം നമുക്ക്. ഇതിലേക്ക് മീനും കൂടി ഇടാം. കാരണം ഞരപ്പ് തിളയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ വാട്ടിയേക്കണ കൊണ്ട് അരപ്പ് വെന്തിട്ടുണ്ടല്ലോ.
ഇനി മീനങ്ങ് ഇട്ട് ഇത് തിളക്കട്ടെ കേട്ടോ. തിളച്ച് എണ്ണ തെളിയുമ്പോഴേക്കും നമുക്ക് നിർത്താം. വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിലവർ അതിനകത്ത് തേങ്ങാപ്പാൽ ചേർക്കും. തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിലേ പിലോപ്പിക്ക് ഒന്നാമത് ഇതിന് പാലിന് ഒരു മതിരിപ്പുണ്ടല്ലോ, അതുപോലെ തന്നെ മീനിന് ഒരു മതിരിപ്പുണ്ട്. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോഴേക്കും ഒരു മതിരിപ്പ് മുൻപ് നിൽക്കും. അതുകൊണ്ട് ഞങ്ങളിവിടെ ചേർക്കാറില്ല. ഉപ്പും പുളിയൊക്കെ നോക്കട്ടെ. ഉപ്പും പുളിയൊക്കെ നല്ല പാകമാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. കറി നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഒന്നേ ഇതാക്കി കൊടുക്കുമ്പോഴേക്കും ആ സൈഡിലുള്ള അരപ്പൊക്കെ ഒന്ന് ഇതാവും. നല്ല കറി റെഡിയായി. ഇനി ഇറക്കാം നമുക്ക്.